ഇന്നത്തെ ഏറ്റവും പുതിയ വർഷങ്ങൾക്ക് ശേഷം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. വിനീതിന്റെ സംവിധാനത്തിൽ കഴിഞ്ഞയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ കൃത്യം 9 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. ആദ്യ ആഴ്ച വിദേശ രാജ്യങ്ങളിലെ പലയിടങ്ങളിലും റിലീസ് ചെയ്യാനാവാതെ പോയ സിനിമ UK, അയർലൻഡ്, ഒപ്പം തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ അവിടെ നിന്നുള്ള കളക്ഷൻ എല്ലാം കൂടി വരുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷനിൽ വീണ്ടും വർധന സംഭവിച്ചിരിക്കുകയാണ്. ആദ്യമേ സിനിമയുടെ കേരള കളക്ഷനിലേക്കെല്ലാം തന്നെ വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 97 ലക്ഷത്തിൽ താഴെയായിരുന്നെങ്കിൽ ഇന്ന് 80 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ്. കളക്ഷൻ ഇടിവാണെങ്കിൽ പോലും ഇന്നും മികച്ചൊരു ഹോൾഡ് സിനിമയ്ക്ക് കേരളത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വ്യാഴാഴ്ച ദിവസം 1,80 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് നേടിയെടുത്ത സിനിമ ഇന്ന് 1,50-60 ലക്ഷം രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുക്കുന്നതാണ്. അങ്ങനെ ഇന്നത്തോടെ 23 കോടി രൂപയ്ക്ക് മുകളിൽ 9 ദിവസങ്ങൾ കൊണ്ട് വർഷങ്ങൾക്ക് ശേഷം കേരള കളക്ഷൻ എത്തുന്നതാണ്. ഇനി സിനിമയുടെ വിദേശ രാജ്യത്തെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം UK, അയർലൻഡിൽ റിലീസ് ചെയ്ത സിനിമയ്ക്ക് അവിടെ വമ്പൻ ഓപ്പണിംഗ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ 1,04,000-ലധികം പൗണ്ടാണ് സിനിമ അവിടെ നിന്ന് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അതായത് 1,10 ലക്ഷം രൂപ. ആടുജീവിതത്തിന്റെ ആദ്യ ദിവസത്തെ UK, അയർലൻഡ് രാജ്യങ്ങളിലെ 1,30,000 പൗണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് മുകളിലായിട്ട് UK, അയർലൻഡ് രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന മലയാളം സിനിമ. ഇനി ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ ഏകദേശം 98,000-ൽ പരം ഓസ്ട്രേലിയൻ ഡോളേഴ്സും ന്യൂസിലൻഡിൽ 41,000-ൽ പരം ന്യൂസിലൻഡ് ഡോളേഴ്സുമാണ് സിനിമ 2 ദിവസങ്ങൾ കൊണ്ട് അവിടെ നിന്ന് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരാഴ്ച വൈകിയാണ് എത്തിയതെങ്കിൽ പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുകളിൽ ഓപ്പണിംഗ് എല്ലാം തന്നെയാണ് സിനിമ വിദേശ രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ നേടിയെടുത്തിരിക്കുന്നത്. ഒന്നാമത് ആദ്യ ദിവസം മുതൽ തന്നെ സിനിമയ്ക്കെതിരായിട്ട് ഒരു ഹെയ്റ്റ് എല്ലാം തന്നെ ഉണ്ടായിരുന്നെങ്കിലും രണ്ടാം ദിവസം മുതലാണ് വലിയ തോതിൽ സിനിമയ്ക്കെതിരായിട്ട് ഡീഗ്രേഡിങ്ങും ഹെയ്റ്റ് ക്യാമ്പയിൻ എല്ലാം തന്നെ ശക്തി പ്രാപിച്ചത്. സകല കമന്റ് ബോക്സിലും സിനിമയ്ക്കെതിരായിട്ട് നെഗറ്റീവ് അഭിപ്രായമാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. എന്തായാലും അവർക്കെല്ലാം തന്നെ ഉള്ളൊരു മറുപടിയാണ് വിദേശത്തെ മലയാളി സിനിമാ പ്രേമികൾ നൽകി കഴിഞ്ഞിരിക്കുന്നത്. 55 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. വിമർശകരെ വളരെയധികം നിരാശപ്പെടുത്തിക്കൊണ്ട് സിനിമ വിജയിച്ചും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏതെല്ലാം പ്രമുഖ സിനിമകളെ സിനിമയുടെ കളക്ഷൻ കൊണ്ട് മറികടക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ മുന്നോട്ടുള്ള സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ കേട്ടാം.